സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. അതിലൂടെ ജനങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കലാണ്. ഞങ്ങള് അധികാരത്തിലേറിയ ഉടനെ നാടിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു വികസന പരിപ്രേക്ഷ്യമുണ്ട്. ആ വികസന പരിപ്രേക്ഷ്യം നമ്മുടെ നാട് എങ്ങനെ മാറണമെന്നുള്ളതായിരുന്നു. സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനം, ഇതാണ് ഞങ്ങൾ അവതരിപ്പിച്ച വികസന പരിപ്രേക്ഷ്യം. നമുക്കറിയാം, വികസനം എന്നത് രണ്ട് തരത്തിലാകാം. ഒന്ന്, ഒരു പ്രദേശം വലിയ തോതിൽ വികസിക്കുന്നു. ഒരു നാട്ടിലുള്ള ഒരു മഹാനഗരം, ആ നഗരത്തിൽ വികസനങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതൊരു വികസന മോഡലാണ്. എന്നാൽ നാം മുന്നോട്ട് വെച്ച വികസന പരിപ്രേക്ഷ്യം വികസനത്തിന്റെ സ്പർശം എല്ലായിടത്തും ഉണ്ടാകണമെന്നാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം എന്നത് മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള നിയോജക മണ്ഡലങ്ങളും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളും അടങ്ങുന്ന ഒരു വലിയ പട്ടണമാണ്. ഗ്രാമനഗര വ്യത്യാസം അതിവേഗതയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. എല്ലായിടങ്ങളിലും ഈ വികസനത്തിന്റെ സ്പർശം എത്തിയതായി കാണാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളും വികസനത്തിന്റെ സ്വാദറിയണം. ഏതെങ്കിലും ഒരു പ്രത്യേക വരേണ്യ വിഭാഗം മാത്രം വികസനത്തിന്റെ സ്വാദറിഞ്ഞാൽ പോരാ, എല്ലാവരിലേക്കും വികസനത്തിന്റെ സ്വാദെത്തണം. ഇതിനാണ് നാം ശ്രമിച്ചത്. ആ കാര്യത്തിൽ ജനങ്ങളാണ് വിധികർത്താക്കൾ. നമ്മുടെ നാടിന് ആശാവഹമായ രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അനുഭവം. എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായത്? മാറ്റത്തിന്റെ എല്ലാ ഘടകങ്ങളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം കാണണം. ഒന്ന്, നാട് നേടേണ്ട വികസനം സർക്കാർ ഏതിന്റെ ഭാഗമാകണം? നാടിന്റെ വികസനത്തിന്റെ ഭാഗമാകണോ? അല്ല, വികസനത്തെ തടയാൻ ശ്രമിക്കുന്ന നിക്ഷിപ്ത താല്പര്യത്തോടെയുള്ള ചില ശക്തികളുടെ ഭാഗമായി നിൽക്കണോ?